സോറിയാസിസ്, എക്സിമ, വെള്ളപ്പാണ്ട്, അലർജി, ലൈക്കൻ പ്ലാനസ്, സ്ലിറോഡെർമ, ക്യാൻസർ തുടങ്ങി ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, നീലപ്പ് തുടങ്ങിയ നിറവ്യത്യാസങ്ങൾ, ചൊറിച്ചിൽ, പുകച്ചിൽ, നീറ്റൽ തുടങ്ങി തൊടുന്നതും വേദന അറിയാൻ പറ്റാതാകുക, വ്രണങ്ങൾ, തടിപ്പ്, മുഴകൾ തുടങ്ങിയ ഏതെങ്കിലും ഒക്കെയാകാം ലക്ഷണങ്ങൾ. ഒട്ടുമിക്ക രോഗത്തിൻ്റെയും ലക്ഷണം ആദ്യം കാണിക്കുന്നത് ചർമ്മത്തിലാണ്. അതായത് ഉള്ളിലെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം ചർമ്മത്തിൽ കാണുന്നത്. തൊലിപ്പുറത്ത് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വേണ്ട ശ്രദ്ധ നൽകിയാൽ അലർജി മാത്രമല്ല, പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും തുടങ്ങി ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും വരെ വളരെ നേരത്തെ കണ്ടെത്താനും ചികിത്സിച്ചു മാറ്റാനും കഴിഞ്ഞിരിക്കും. ചർമ്മരോഗങ്ങൾ കൂടി വരികയാണ്. എന്താണ് ഇതിന് കാരണം? എങ്ങനെ ഇതിൽ നിന്നും മോചനം നേടാനാകും? ചർമ്മരോഗങ്ങളിൽ നിന്നും മോചനം നേടണമെങ്കിൽ ചർമ്മത്തിൻ്റെ ഘടന, ചർമ്മത്തിൻ്റെ ജോലികൾ, മറ്റ് ശരീരഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയണം. ഒരേ രോഗത്തിന് പലതരം ചികിത്സകളുള്ള ഈ കാലത്ത് ഈ രോഗത്തിൻ്റെ പ്രത്യേകതകളെയും വ്യത്യസ്ത ചികിത്സാ രീതികളുടെ ഗുണദോഷങ്ങളെയും കുറിച്ചും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയൂ. ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മൾ സ്കിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ബേസിക്കലി നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ ഓർഗൻ ആയിട്ടാണ് സ്കിന്നിനെ പറയുന്നത്. അത് ബോഡി വെയ്റ്റിൻ്റെ 10 to 15% ആണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ സർഫസ് ഏരിയ അത് 1.5 to 2 മീറ്റർ സർഫസ് ഏരിയ ഉണ്ട് സ്കിന്നിന്. അതുപോലെ സ്കിന്നിൽ പല ലെയേഴ്സ് ആയിട്ടാണ് സ്കിന്നിനെ ചെയ്യുന്നത്. അതിൽ എപ്പിഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഹൈപ്പോഡെർമിസ് ഉണ്ട്, പിന്നെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഉണ്ട്, പിന്നെ ഫേഷ്യ ഉണ്ട്. ഇങ്ങനെ 5 ലെയേഴ്സാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്കിന്നിലാണ് നമ്മളുടെ സ്കിന്നിൻ്റെ ഹെയർ ഫോളിക്കിൾസ്, അതുപോലെ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും എല്ലാം നമ്മുടെ സ്കിന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്കിന്നിൻ്റെ ജോലി എന്താണെന്നുള്ളതാണ്. ബേസിക്കലി സ്കിന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. അത് നമ്മൾ ഒരു വാള് പോലെ, ഇപ്പം നമ്മൾ ചൈന മൊൻമതിൽ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ഫോർട്ട്, എല്ലായിടത്തും പഴയ കാലത്തൊക്കെ ഫോർട്ട് പോലെയല്ലേ. അപ്പം നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ പുറം ലോകവുമായിട്ട് വേർതിരിച്ച് നിർത്തുന്ന ഒരു ഭിത്തി പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്കിന്നാണ് നമുക്ക് പ്രൈമറി ഇമ്മ്യൂണിറ്റി തരുന്നത്. അപ്പം അണുക്കൾക്കൊന്നും അകത്ത് കയറാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ അൾട്രാവയലറ്റ് റേസ് നമ്മളുടെ സ്കിന്നിൽ വീഴുമ്പോൾ നമുക്ക് ക്യാൻസർ പോലെയൊക്കെയുള്ള വരാൻ, അൾട്രാവയലറ്റ് റേസിന് ക്യാൻസറസ് ടെൻഡൻസി ഉണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെലാനിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കും. നമ്മളുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിലെ സെൽസ് മെലനോസൈറ്റ്സ് എന്ന് പറയും. അതാണ് നമ്മൾ മെലാനിൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ ഫെയർ സ്കിൻ ഉള്ളവർക്കാണ് സ്കിൻ ക്യാൻസർ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. പക്ഷേ ഡാർക്ക് സ്കിന്നിനാണ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാത്തതും അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാലും അത് നമ്മൾ പുറത്തേക്ക് പോകും. ശരിക്കും നല്ല കറക്റ്റ് സ്കിന്നാണെങ്കിൽ മോയിസ്റ്റർ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. വെറുതെ വെള്ളത്തിന് നേരെ അകത്തേക്ക് നമ്മുടെ വെള്ളം കയറിപ്പോവുകയില്ല. കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോകാത്തത് നമ്മൾ ആ വാട്ടർ റെസിസ്റ്റൻസ് തരുന്നത് അതുപോലെയാണ്. പിന്നെ സ്കിന്നാണ് നമ്മൾക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നത്. അതുപോലെ നമുക്കറിയാമല്ലോ, ബ്യൂട്ടിക്കകത്തും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്താണ് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രായമാകുമ്പോഴേക്കും സ്കിൻ ചുളിഞ്ഞു വരുമ്പോഴാണല്ലോ നമ്മളൊരു ഈവൻ ഏജിങ്ങിൻ്റെ സൈൻ തന്നെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ സ്കിന്നിലാണ്. പിന്നെ ഇതൊരു സെൻസറി ഓർഗനാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ സ്കിന്ന് നമ്മുടെ സെൻസേഷൻ എന്ന് പറയുമ്പം ടച്ച് മാത്രമല്ല, പെയിന്, പ്രഷർ, ഇങ്ങനെ പല രീതിയിലുള്ള സെൻസറി സ്റ്റിമുലസിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അതാണ് വേറൊരു ഇത് വരുന്നത്. പിന്നെ ഇത് എല്ലാ നമ്മളുടെ ഓർഗൻസിനെ എല്ലാം ഉള്ളിലുള്ള പ്രൊട്ടക്റ്റ് ഒരു ഭിത്തി പോലെ നിൽക്കുന്നത് കൂടാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതൊരു കുഷൻ പോലെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഈ നേരത്തെ പറഞ്ഞാൽ ഇൻഫെക്ഷൻ, ഡീഹൈഡ്രേഷൻ, അതായത് വെള്ളം ഒലിച്ചു പോകാതെ നോക്കുക. ഈവൻ ടെമ്പറേച്ചർ റെഗുലേഷനിൽ നമ്മളുടെ സ്വെറ്റ്, നമുക്ക് ചൂട് കൂടുമ്പോൾ നമുക്കറിയാം പുറത്തേക്ക് നമ്മൾ വേർപ്പ് പോലെ വരും. അപ്പോൾ അതുപോലെ തന്നെ എക്സ്ക്രീഷൻ്റെ കാര്യത്തിലും, അതായത് നമ്മുടെ പല നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽ പുറത്ത് കളയാനും
ഈ സ്കിന്നിന് സ്വെറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഈ സെബേഷ്യസ് ഗ്ലാൻസ്, ഇതിനകത്തുള്ള സെബേഷ്യസ് ഗ്ലാൻസിൽ കൂടെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും അതിനകത്തൂടെ പോകും, വേസ്റ്റായിട്ട് പുറത്തേക്ക് പോകും. പിന്നെ വെള്ളത്തിൽ കൂടെ പോകാനുള്ളത് സ്വെറ്റായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ ചില മരുന്നുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്നവരുടെ സ്കിൻ കറുത്തു പോകുന്ന കാണാറുണ്ടല്ലോ. അപ്പോൾ അതിന് കാരണം ആ ടോക്സിക് എലമെൻറ്റ്സ് വരുമ്പോൾ അതിന് കുറേ സ്കിന്നിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പുറത്തൂടെ കളയാൻ നോക്കും. പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയർ, അല്ല കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ലിവറിന് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് തന്നെ വരും. അതാണ് പലപ്പോഴും നമ്മൾ ഈ നെറ്റിയിൽ, ചീക്കിലൊക്കെ, മുഖത്തുമൊക്കെ, കഴുത്തേലുമൊക്കെ കറുപ്പ് വരുന്നതിൻ്റെ, അതുപോലെ നക്കിൾസ്, ഇതൊക്കെ നമ്മൾ മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായിട്ട് കണക്കാക്കണം. ചില ഹോർമോണൽ ഇംബാലൻസ് വന്നാലും വരാം, ടോക്സിൻസ് ബോഡിയിലടിഞ്ഞാലും ഈ കളർ വ്യത്യാസം വരാം. ഒപ്പം തന്നെ നമ്മളുടെ മറ്റ് ഈ വിസർജനാവയവങ്ങളായിട്ടുള്ള കിഡ്നിക്കും ലിവറിനും പ്രോബ്ലം വന്നാലും അത് സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും, ഡാർക്കനിങ് ആയിട്ടോ പല രീതിയിൽ ചെയ്യാം. പിന്നെ സ്കിന്നിൻ്റെ വേറൊരു ആക്ഷൻ നമ്മൾ എൻഡോക്രൈൻ ഓർഗനാണ്. വൈറ്റമിൻ ഡി ഉണ്ടാക്കാം, ഈസ്ട്രജൻ, ലേഡീസിൽ ഈസ്ട്രജൻ ഉണ്ടാക്കും. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്നത് വൈറ്റമിൻ ഡി മാത്രമല്ല, പല പ്രത്യേകിച്ച് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ആനന്ദവംസ് എന്നൊക്കെ പറഞ്ഞ് അതുപോലത്തെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കെമിക്കലുകളും നമുക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതായിട്ട് പറയുന്നത് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവർ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പം അത് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈവൻ ദറ്റ് സ്കിന്നിന് നമുക്ക് കുറച്ച് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും ഔട്ടർ ലെയർ ഓഫ് ദി ഓൾമോസ്റ്റ് 4.5 millimeter സ്കിന്ന് ഡയറക്റ്റ്ലി എയറിൽ നിന്നാണ് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് ദിവസം ഒരു ഭാഗം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കിന്ന് ഒരു ഡ്രസ്സിങ് ഒക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് തുറന്നു കഴിയുമ്പോൾ അതൊരു ചുളിഞ്ഞൊരു വല്ലാതെ ഇരിക്കുന്ന കാണാം. അത് അതിന് ഓക്സിജനും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എയറേഷൻ, ഇവൻ ഡ്രസ്സിങ്ങിൽ പോലും നമ്മൾ എയറേറ്റ് ചെയ്യേണ്ടത് ഒരു തീരെ ഒന്നുമില്ല, ഒട്ടും എയർ കയറാത്ത പോലെയുള്ള ഡ്രസ്സിങ് അല്ല നല്ലത്. കുറച്ചൊരു എയറേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഡ്രസ്സിങ് ആണ് വേണ്ടത്. പിന്നെ നമ്മൾ ഹെയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ നമ്മൾ കുറേ ജീവികൾ ജീവിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 100 സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ഉണ്ടെന്നാണ്. അത് കൂടുതൽ മോർ ഹെയറി ആയിട്ടുള്ളവർക്ക് മോർ ബാക്ടീരിയ ഉണ്ടാകും. നമ്മുടെ സ്കാൽപ്പിൽ, കക്ഷത്തിൽ, പ്രൈവറ്റ് ഏരിയയിൽ, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസും ജീവിക്കുന്നത്. അതെല്ലാം നമുക്ക് ജസ്റ്റ് അവർ ഉപദ്രവകാരികളല്ല, നമുക്ക് അവർക്ക് പല ഫങ്ഷൻസും ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ പല ഫങ്ഷൻസും ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ കുളിക്കുമ്പം നമ്മൾ ഈ സോപ്പിട്ട് എപ്പോഴും നമ്മൾ സോപ്പിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ ആ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സെബേഷ്യസ്, നമ്മളുടെ ഈ ഓയിലി ലെയറും പോവും. അതുപോലെ തന്നെ ഈ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസും പോവും. അപ്പോൾ നമ്മൾ ഈ ഹൈജീൻ്റെ ഭാഗത്തായിട്ട് 2 നേരം കുളിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പം വെറുതെ കുളിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പഴയ കാലത്ത് വെറുതെ കുളിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള സോപ്പെല്ലാം കൂടെ ഇട്ട് കുളിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാം. നെക്സ്റ്റ്, എന്ത് തരം രോഗങ്ങളാണ് സ്കിന്നിനെ ബാധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രോഗങ്ങളെ നമ്മൾ മൊത്തത്തിലെടുത്താൽ 5 ഇതായിട്ടാണ് നമ്മൾ തരംതിരിക്കുക. ആദ്യത്തേത് ഇൻഫെക്ഷനാണ്. ഇപ്പം നമുക്കറിയാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ചൊറിയൊക്കെ പോലെ വരുന്നത്, അതുപോലെ ഫംഗൽ, നമ്മൾ ഈ ചുണങ്ങെന്നൊക്കെ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ വരാം, ഈസ്റ്റ് വൈറസ്, നമ്മൾ ഈ ഹെർപ്പിസൊക്കെ പോലെയുള്ള, അങ്ങനെ ഇൻഫെക്ഷൻസ് ഏത് ടൈപ്പ് വേണമെങ്കിലും സ്കിന്നിനെ ബാധിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസോർഡേഴ്സാണ്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമുക്കറിയാം ഡയബറ്റിസ്. ഇപ്പോൾ ഡയബറ്റിസ് സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതിൽ നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ ഈ ഹൈപ്പർ ഇൻസുലിൻ, ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ കൂടുവാണല്ലോ. അപ്പോൾ ആ ഹൈപ്പർ ഇൻസുലിൻ സ്റ്റേജ് വരുമ്പോൾ തന്നെ എക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിന് ചുറ്റും ഡാർക്ക്നെസ്, കക്ഷത്തിൽ, തൈസിൽ, ഈവൻ മുഖത്ത് ഒക്കെ ഡാർക്ക്നെസ് വരുന്നത് നമ്മളെപ്പോഴും അത് കാണുമ്പോൾ തന്നെ നോക്കണം, ഇത് ഡയബറ്റീസിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത്. പലപ്പോഴും ഇപ്പോൾ പിള്ളേർക്ക് പോലും നമുക്ക് കാണാം
പ്രത്യേകിച്ച് കൂടുതൽ വണ്ണം ഉള്ളവർക്ക്, ഈവൻ വണ്ണം ഇല്ലാത്തവർക്ക് പോലും ഹൈപ്പർ ഇൻസുലിനീമിയം, ഈഗാന്തോസിസ് നൈഗ്രിയൻസ് അല്ലെ ഡാർക്കനിങ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എൻഡ് സ്റ്റേജ് ഓഫ് ഡയബറ്റിസ് അല്ലെങ്കിൽ കുറേ കാലങ്ങൾ ഡയബറ്റീസുമായിട്ട് നടക്കുന്നവർക്ക് ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറഞ്ഞു വരും. അതായത് ഈ ഡയബറ്റീസ് കാരണം രക്തക്കുഴലുകളും നെർവ്സിനും ഒക്കെ ഡാമേജ് വന്ന് വേണ്ടത്ര രക്തയോട്ടം കിട്ടാതെ കാലിലൊക്കെ ചൊറിഞ്ഞു പൊട്ടുക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് കറുപ്പ് നിറങ്ങൾ വരിക, പിന്നെ ഫുഡ് അൾസറുകൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ഡിസ്ലൈപ്പിഡീമിയ അല്ലെ കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടും സ്കിന്നിൽ കാണിക്കാം. അതിന് സാന്തലാസ്മ എന്ന് പറയും. പിന്നെ യൂറിക് ആസിഡ് കൂടി ഈ ഈ ടോഫി എന്ന് പറയും, അതായത് ഒരുതരം മുഴ പോലെ ജോയിൻറ്റുമായിട്ട് ചേർന്ന് വരും. അത് വേറൊരു ഇതാണ് വരുന്നത്. പിന്നെ ലിവർ ഡിസീസിൻ്റെ ഭാഗമായിട്ടും കിഡ്നി ഡിസീസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ മൊത്തത്തിൽ സ്കിൻ കറക്കാം, അല്ലെങ്കിൽ മുഖത്ത് മാത്രം അല്ല ചില ഏരിയസിലൊക്കെ ആയിട്ട് വരാം. പിന്നെ മൂന്നാമത്തേതായിട്ട് വരുന്ന അലർജിയാണ്. അലർജി നമുക്കെല്ലാം അറിയാം. ചുമന്നു വരിക, ചൊറിയുക, തടിപ്പ് വരിക, അങ്ങനെ പല രീതിയിൽ തന്നെ കാണിക്കാം. ചൊറിഞ്ഞത് അടിച്ചു കയറി വരും, അല്ലെങ്കിൽ ചെറിയ പിങ്ക് നിറത്തിലുള്ള സ്പോട്സ് മാത്രമായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡ്രഗ് അലർജിയാണ്, മരുന്നുകൾ തന്നെയാണ് ഈ പലപ്പോഴും. പിന്നെ ഫുഡ് കൊണ്ടുള്ള ചൊറിഞ്ഞതടിക്കൽ വരാം, ഈവൻ ചില ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാം ഫുഡ് അലർജി. അങ്ങനെ മറ്റേ നമ്മളെന്തെങ്കിലും കോണ്ടാക്ട് അലർജി പോലെ നമ്മൾ ചില ഇലകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ അലർജികൾ നമുക്ക് ക്ലിയർലി അറിയാം. പിന്നെ അലർജിയുടെ ഒരു എക്സ്ട്രീം ഫോം, പ്രത്യേകിച്ചും ഡ്രഗ് അലർജിയുടെ ഒരു എക്സ്ട്രീം ഫോമാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്നുള്ളത്. അതിലെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സ്കിൻ അങ്ങ് പീൽ ചെയ്ത് പോകുന്നത് പോലെ വരും. അതായത് പൊളിഞ്ഞു പോയി, ഇപ്പം നമുക്ക് ഇപ്പം അങ്ങനത്തെ ഒത്തിരി സിവിയർ ആയി കഴിഞ്ഞാൽ വാഴയിലൊക്കെ പോലെയാണ് കിടത്താൻ, നമുക്ക് സ്കിന്നിൽ നമുക്ക് ഒരു ഷീറ്റെ പോലും കിടത്താൻ പറ്റാത്ത നില വരും. അങ്ങനെയുള്ളൊരു അസുഖമാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകൾ എടുക്കുന്നവർ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ചൊറിഞ്ഞു കഴിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കരുത്. ഉടൻ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം ചിലപ്പം വെറുതെ പാരസിറ്റമോളോ പോലെയുള്ള മരുന്നുകൾ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വരുന്നത്. ചിലപ്പോൾ പാരസിറ്റമോൾ ആവില്ല ഇതിന് പ്രശ്നക്കാരനായത്, ചിലപ്പം അതിൻ്റെ കാരണമായ വൈറസോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ആകാം ഇതിനകത്ത്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പെയിൻ കില്ലേഴ്സും ഒക്കെ കൂടെ വരുമ്പോൾ ഈ സ്റ്റീവൻ ജോൺസൺ പല മരുന്നിൻ്റെയും ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് വെനെവർ നമ്മളൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൊരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. പിന്നെയുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, പ്രത്യേകിച്ച് ക്രോണിക് ആയിട്ട് നിൽക്കുന്നത്. ഇൻഫെക്ഷൻ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മരുന്നെടുത്ത് കഴിഞ്ഞാൽ അങ്ങ് പോകും. പിന്നെ ഡയബറ്റീസിൻ്റെ ഇതൊക്കെ ഈ പറഞ്ഞ ഡയബറ്റീസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഡ്രഗ് അലർജികൾ നമ്മൾ അതിൻ്റെ ആൻറ്റി ഹിസ്റ്റമിനൊക്കെ എടുക്കാം. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് സോറിയാസിസ്, ഈ എക്സീമ. ഈ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിൻ പൊളിഞ്ഞു വരുന്ന പോലെയുള്ള, എക്സീമ ആണെങ്കിൽ ഒരു ലൂസിങ് പോലെ ആയിരിക്കും വരുന്നത്. പിന്നെ ലൈക്കൻ പ്ലാനസ് എന്ന് പറയും, അതിനിങ്ങനെ കറുപ്പ് പാച്ചസ് ഉണ്ടാകും, അതിൻ്റെ കൂടെ വെളുപ്പുണ്ടാകും, പല ടെക്സ്റ്റേഴ്സിലൊക്കെ ആയിരിക്കും അത് കയറി വരുന്നത്. സ്കിന്നിൽ മാത്രമല്ല, ഇതൊക്കെ വായയിലും ഒക്കെ ലൈക്കൻ പ്ലാനസ് വരും. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ അങ്ങനെയാണ്, അത് എവിടെ വേണേലും കയറി വരും. പിന്നെ ലൂപ്പസ്, SLE എന്നൊക്കെ പറയുന്നതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് അത് തന്നെ സിസ്റ്റമിക് SLEയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസാണ്. അതിൻ്റെ ഒരു മെയിൻ ഇത് ഒരു ബട്ടർഫ്ലൈ സൈസ്ഡ് റാഷസ്, അപ്പോൾ കാണുമ്പോൾ നല്ല ചുമന്ന് തുടുത്ത മുഖം എന്ന് കരുതും. അപ്പം ആ ചീക്കിനകത്ത് റെഡ്നെസ് വരിക എന്നുള്ളതാണ്. പിന്നെ സ്ലീറോഡെർമ എന്നുള്ള ഒരു ഇത് വരും, അതിനകത്ത് സ്കിൻ അങ്ങ് കുഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, സ്റ്റിഫായി കുഴിഞ്ഞു പോയി അൾസർ പോലെയാകും സ്ക്ലെറോഡെർമ. പിന്നെ റുമാറ്റിസത്തിന് പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് വരാം. ഇങ്ങനെ ഒരു നീലപ്പ്, ഒരു പിങ്ക് കളറിലുള്ള നൊഡ്യൂൾസ് പോലെ അങ്ങനെയൊക്കെ വരാം. പ്രത്യേകിച്ച് നമ്മൾ ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ജോയിൻസിനെയൊക്കെ പനിയും ജോയിൻറ്റ് പെയിനും ഒക്കെ ആയിട്ട് വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ അതൊരു ഇൻഫെക്ഷന് ശേഷം വരുന്നത്, അതിലും ഇതുപോലത്തെ സ്കിൻ മാനിഫെസ്റ്റേഷൻസും ഉണ്ടാവും. പിന്നെ പലതരം പിഗ്മെൻറ്റേഷൻ ഡിസോർഡേഴ്സ് വരാം. ഈ വെള്ളപ്പാണ്ടെന്നൊക്കെ പറയുന്നതും ഇതുപോലെ തന്നെ ഇപ്പം ഗട്ടേറ്റ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വെള്ളപ്പാണ്ടെന്ന് പറഞ്ഞതും വരാം. അതിൽ നമ്മളുടെ മെലാനിൻ, അത് മൊത്തത്തിൽ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അതിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന മെലനോസൈറ്റിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നതാണ്. നെക്സ്റ്റ് ഉള്ളത് ക്യാൻസറാണ്.
ക്യാൻസർ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി സൺലൈറ്റ് എക്സ്പോഷർ വരുന്നപ്പോഴാണ് ക്യാൻസർ വരുന്നത്. ഈവൻ നമുക്ക് ചില ഈ സ്കിൻ ഡിസീസ്, പ്രത്യേകിച്ചും ഈ അൾട്രാവയലറ്റ് റേസ്, നമ്മൾ ഈ വെള്ളപ്പാണ്ടിൻ്റെയൊക്കെ ചികിത്സയായിട്ട് നമ്മൾ ചില മരുന്ന് കഴിച്ച് വെച്ചിട്ട് അൾട്രാവയലറ്റ് റേസ് എടുപ്പിക്കുക, ഇതൊരു സമയമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഷീൻ വെച്ചിട്ടോ, അതിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരാന്നുള്ളത്. കാരണം നമ്മളുടെ സ്കിന്നിന് ഒരു ക്യാൻസർ പോസിബിലിറ്റി വരുത്തുന്നതാണ് അൾട്രാവയലറ്റ് റേസ്. അപ്പോൾ അതിൽ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ശരിക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റി, ഈ വെള്ളപ്പാണ്ടിൻ്റെയൊക്കെ പോസിബിലിറ്റി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരാൻ ചാൻസ്. പിന്നെ സ്കിന്നിൻ്റെ പാർട്ടാണ് നെയിലും ഹെയറും സെറ്റ് ഗ്ലാൻസും ഒക്കെ. അപ്പോൾ ഈ സ്കിന്നിൽ തന്നെ ഈ സെറ്റ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ചില പെംഫിഗസ് വൾഗാരിസ് എന്നൊക്കെ പറഞ്ഞ്, ഈവൻ സെബേഷ്യസ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അക്നി, അതിൻ്റെ തന്നെ സിവിയർ ഫോംസ് ഉണ്ട്. അങ്ങനെ പല, അതുപോലെ സ്കിന്നിൽ പല, ഈവൻ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസിൽ ഡയറക്റ്റ്ലി നെയിലിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഹെയർ കൊഴിഞ്ഞു പോകാം, സ്കെൽറ്റലിൻ്റെ തിക്നെസ് കുറഞ്ഞു പോകാം, അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളും. ഇതെല്ലാം യൂഷ്വലി ഇങ്ങനത്തെയൊക്കെ വരുന്നതിന് കൂടുതലും ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് സ്കിന്നിനും ഹെയറിനും ഒക്കെ കൂടുതലായിട്ട് പ്രോബ്ലംസ് കാണുന്നത്. നെക്സ്റ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, സ്കിൻ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ മതി. അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ പോലെയുള്ള പൂപ്പൽ പോലെ, റിംഗ് വേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൊറിച്ചിലും റൗണ്ടിലിരിക്കുന്നതൊക്കെ, അതുപോലെ ഈ നമ്മൾ ചുണങ്ങെന്നൊക്കെ പറയുന്ന പിറ്റിരിയസ് വെസിക്കോള എന്ന് പറയുന്നത്, ഇതിനൊക്കെ നമുക്ക് അതിൻ്റെ ആൻറ്റിവൈറൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷെ മറ്റുള്ള രോഗങ്ങൾ, ഇപ്പം നമ്മുടെ സ്കിൻ മാനിഫെസ്റ്റേഷനായിട്ട് ഡയബറ്റീസ് വന്നാൽ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനേ പറ്റുള്ളൂ. മെറ്റബോളിക് ഡിസോർഡേഴ്സിന് അതേ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന്, പ്രീ ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കൊക്കെ വരുന്നതിന് നമ്മൾ ആ രോഗത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓട്ടോഇമ്യൂൺ ഡിസീസിലാണ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസൻസ്. ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ സെൽസിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസും ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. പിന്നെ ഈവൻ നമ്മൾ ചില ക്യാൻസറിന് വേണ്ടിയിട്ട് എടുക്കുന്ന മരുന്നുകൾ, മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ളതും ഇത്തരം സോറിയാസിസിനും അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്യാൻസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ നമ്മൾ എക്സിഷൻ, അതുപോലെ തന്നെ ക്യാൻസറിനുള്ള മരുന്നുകളാണ് നമ്മൾ എടുക്കുക. അതിൽ ഇപ്പം നമ്മൾ ഡയറക്റ്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനാണേലും ക്യാൻസറിനാണേലും ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒട്ടാർജിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പേരിൽ ഉള്ളതെന്ന് പ്രത്യേകിച്ച് നമുക്ക് കണ്ട മോണോക്ലോണൽ ആൻറ്റിബോഡി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിപ്പം ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പം സിവിയർ അലർജി ഉള്ളവർക്കും ഒക്കെ കൊടുക്കാറുണ്ടത്. അപ്പോൾ അതൊക്കെ വെരി എക്സ്പെൻസീവ്, പലതും അതിനകത്തെ ഗ്രൂപ്പിൽ വരുന്നു, വെരി എക്സ്പെൻസീവാണ് എന്നുള്ളതും കൂടാണ്. പക്ഷെ അതും എല്ലാം ഇമ്മ്യൂണിറ്റിയെ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അതാണ് വരുന്നത്. പക്ഷെ അതൊരു നമുക്കൊരു ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഈ സ്കിൻ ഡിസീസിന് നമ്മൾക്കൊരു സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൊണ്ട് അത് നമ്മളെ കാണിക്കുന്നതാണെങ്കിൽ നമ്മളത് സ്കിന്നിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ തന്നെ, മെറ്റബോളിക് ഡിസോർഡറോ ലിവറിൻ്റെതാണോ ഒരു സ്കിന്നിലൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന മരുന്ന് വല്ലതും ആണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡാണോ, പിന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക്സ് ആണ്. ഈ 3 കാര്യങ്ങൾ വഴിയായിരിക്കും മിക്കവാറും ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ സ്കിന്ന് വഴി ഉള്ളിലേക്ക് പോകണം, വായിക്കൂടെ അല്ലെങ്കിൽ സ്കിന്നിൽ കൂടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളെ നമുക്ക് രോഗങ്ങളുണ്ടാക്കുള്ളൂ. അപ്പം അതേതാണെന്ന് കണ്ടുപിടി, അതാണ് നമുക്കൊരു ചാലഞ്ചായിട്ട് വരുന്നത്. ഇപ്പം ഇൻഫെക്ഷൻസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അതിന് നമുക്കൊന്നും ചെയ്യേണ്ട, നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ ഈവൻ ഒരു ജനറൽ ഫിസിഷ്യനെയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന്, ഇപ്പം മെറ്റബോളിക് ഡിസോർഡേഴ്സിലേക്ക് ഡയബറ്റീസ് ആണെങ്കിലും, കൊളസ്ട്രോൾ കൂടുന്ന ഡിസ്ലൈപ്പിഡീമിയ ആണെങ്കിലും, സോറിയാസിസ് ആണെങ്കിലും ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. അപ്പം അതിൽ നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം.
എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻസ് കുറയ്ക്കാൻ നോക്കണം. എന്തെങ്കിലും മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇത് വന്നതെന്ന് നോക്കാം. അങ്ങനെ ഒരു കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. ഇപ്പം ചെറിയ കാര്യങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ അലർജി വന്നാൽ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വീട്ടെടുത്തിട്ടാ അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചിട്ടാ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ കൂടുതലായിട്ട് വരികയും പ്രത്യേകിച്ച് നമ്മൾ ഈ സോറിയാസിസ്, എക്സീമ, ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇത് വരികയും കൂടുതൽ ഇങ്ങനെ മരുന്നുകൾ, പ്രത്യേകിച്ച് സോറിയാസിസിനൊക്കെ പോലെയുള്ള മെത്തോട്രെക്സേറ്റ് എടുക്കുക, ഈവൻ ഫുഡ് അലർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മൊണോക്ലോണൽ ആൻറ്റിബോഡി ടൈപ്പ് ഓഫ് മെഡിസിൻസ്, കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഡെഫിനറ്റ്ലി അത്രയും കൂടുതലായിട്ടുള്ളപ്പോൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട്. കാരണം ഒരു ഗൈഡൻസ് ഇല്ലാതെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ സെൽഫായിട്ട് നോക്കുക, എനിക്ക് അവനും തന്നെ നോക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്, എന്താണ് ഫുഡിൽ പ്രശ്നം, എന്താണ് നമ്മളെ കോസ്മെറ്റിക്സ് പോലെയുള്ളത് ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി കണ്ടുപിടിച്ച് സ്വയം ഇത് ചെയ്യാൻ നോക്കുക. പിന്നെ പലപ്പോഴും ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ ഡിസീസും കൂടെ, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും എല്ലാത്തിനും കൂടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കിന്നും ചൊറിച്ചിലും എല്ലാം കൂടെ വരുമ്പോൾ ആൾക്കാർ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ മരുന്നുകൾ തന്നെ നിർത്തി കഴിയുമ്പോഴേക്കുമാണ് ആശ്വാസം വരുന്നത്. നമ്മുടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ പ്രത്യേകത ഏതാണ്? മരുന്നുകളെല്ലാം നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനത്തെ മരുന്നുകളെല്ലാം ഇതിൻ്റെ മന്ത് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി, മരുന്നില്ലാതെ തന്നെ പ്രഷറും ഷുഗറും യൂറിക് ആസിഡും ഇങ്ങനത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊപ്പം നമുക്ക് ഈ ഇത്തരം സ്കിൻ ഡിസീസസ് ആണെങ്കിലും അതിന് ആശ്വാസം കിട്ടും. അപ്പോൾ അത് പക്ഷേ നമ്മളുടെ ഫുഡ് മുതൽ എന്താണ് എല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ ബോഡിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അതിനകത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് അതിനകത്ത് വേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തെ പുറമേ നിന്ന് കാത്തു സംരക്ഷിക്കാനുള്ള മതിലാണ് ചർമ്മം. മതിലിൽ ചർമ്മത്തിൽ വിടവുകൾ ഉണ്ടായാൽ രോഗാണുക്കളും വിഷവസ്തുക്കളും അകത്ത് കിടക്കും. മാത്രമല്ല വെള്ളവും മറ്റ് പോഷകവസ്തുക്കളും ഒലിച്ചു പുറത്തേക്ക് പോകാനും തുടങ്ങും. 2, വൃക്കയും കരളും പോലെ ഒരു വിസർജനാവയവമാണ് ത്വക്ക്. കരളിനും വൃക്കയ്ക്കും പുറത്തു കളയാനാകാത്ത പല വിഷവസ്തുക്കളെയും ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നത് ത്വക്കിലൂടെയാണ്. ത്വക്കിൻ്റെ അനാരോഗ്യം വൃക്കയുടെയും കരളിൻ്റെയും ജോലിഭാരം കൂട്ടും. അതുപോലെ തന്നെ വൃക്കയ്ക്കോ കരളിനോ തകരാറിൽ ഉണ്ടായാൽ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് കളയാൻ സഹായിക്കാനും ത്വക്കിനാവും. 3, ഉള്ളിലെ രോഗങ്ങളുടെ ലക്ഷണമാണ് പലപ്പോഴും ത്വക്കിലെ നിറവ്യത്യാസങ്ങൾക്കും ചൊറിഞ്ഞു പൊട്ടാനും ഒക്കെ കാരണം. പ്രമേഹം, കൊളസ്ട്രോൾ, SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഫുഡ് അലർജി, മരുന്നുകളോടുള്ള അലർജി, ക്യാൻസർ തുടങ്ങിയതിലൊക്കെ ചർമ്മത്തിൽ നിറവ്യത്യാസമോ തടുപ്പോ ചൊറിച്ചിലോ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. 4, മരുന്ന് കഴിക്കുമ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറവ്യത്യാസമോ കണ്ടാൽ ഉടൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നിൻ്റെ അലർജി മൂലമല്ല ചൊറിച്ചിലും നിറവ്യത്യാസവും ഉണ്ടായത് എന്ന് ഉറപ്പുവരുത്തണം. ലക്ഷണങ്ങൾ അവഗണിച്ച് മരുന്ന് തുടർന്നാൽ ചർമ്മവും വായിലെയും കണ്ണിലെയും ശ്ലേഷ്മസ്തരവും ഒക്കെ നശിക്കുന്ന സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ തുടങ്ങിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാം. 5, മാറാ രോഗങ്ങളായി നിലനിൽക്കുന്ന ത്വക്ക് രോഗങ്ങളായ സോറിയാസിസ്, എക്സീമ, സ്ക്ലിറോഡെർമ, പെംഫിക്കോയിഡ് തുടങ്ങിയ ചർമ്മത്തെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശവും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വയറിനുള്ളിലും ചർമ്മത്തിലും ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന അപാകതകൾ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിരുവിടുന്നതാണ്. 6, സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങൾക്കൊപ്പം ആർത്രൈറ്റിസ്, തൈറോയിഡൈറ്റിസ്, നെഫ്രൈറ്റിസ് പോലുള്ള മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. 7, അസ്വസ്ഥതകൾ മാറ്റാനായി ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകളും ക്യാൻസറിനായി ഉപയോഗിക്കുന്ന മെത്തോട്രെക്സേറ്റ് പോലുള്ള ആൻറ്റി മെറ്റബോളൈറ്റ് മരുന്നുകളും ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സും ഒക്കെ ദീർഘകാലമായി ഉപയോഗിക്കുന്നവർക്ക് പോലും ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ അസ്വസ്ഥതകളിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാനാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും
ജീവിതശൈലികൾ വേണ്ടുവന്ന് മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയതയെ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശ ശരീരത്തിൽ നിന്ന് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ ജസ്റ്റ് ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു ചെറിയ അലർജിയൊക്കെ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് അതിനല്ല നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്നത്. നമ്മൾ മാറാതെ നിൽക്കുന്ന ഇപ്പോൾ സോറിയാസിസ്, വർഷങ്ങളായിട്ട് സോറിയാസിസ് അല്ലെ എക്സീമ അല്ലെങ്കിൽ ഫുഡ് അൾസേഴ്സ്, അങ്ങനെ ഈ ഡയബറ്റീസും ഒക്കെ ആയിട്ട് ചേർന്ന് വരുന്ന ഫുഡ് അൾസേഴ്സ്, ഇങ്ങനെ ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഈ സോറിയാസിസും എക്സീമയും സ്ക്ലിറോഡെർമയും ലൈസ്കിൻ പ്ലാനസും ഒക്കെ പോലെയുള്ള ഈ സ്പെസിഫിക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മളിതൊക്കെ സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ എന്താണ് അവർ തെറ്റിപ്പോകുന്നത്, എന്തോ അവരുടെ ബോഡിയായിട്ട് ചേരാത്ത കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് മരുന്നുകളായിരിക്കും ഇവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കെട്ടിക്കിടക്കും, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ സെഡൻറ്ററി ലൈഫിൽ അതും പ്രോബ്ലം ഉണ്ടാക്കാം. അതുപോലെ നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ
ഫാറ്റ് omega-3-6 ബാലൻസ് ആക്ച്വലി നമ്മുടെ ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണല്ലോ. അപ്പം ആ omega-3-6 ബാലൻസ്ഡ് ആക്കണം. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അത് ശരിക്കും ആണുങ്ങളിലാണെങ്കിൽ അപ് ടു ഒരു 15%, ലേഡീസിനാണെങ്കിൽ അപ് ടു 25% വരാൻ പാടുള്ളൂ. മിക്കവാറും പലരും 25, 30, 35, 40, 45 ഒക്കെ ഫാറ്റ് ലെവൽ, അതായത് ഓൾമോസ്റ്റ് ബോഡിയുടെ പകുതി ശതമാനം ഫാറ്റായിട്ടുള്ളവരുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ 70% വാട്ടർ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവരുടെ 50% അല്ലെങ്കിൽ 45% ഫാറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവലും, അതായത് നമ്മളെ കാർബൺ ലെവൽ കൂടുക. ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ എണ്ണ അല്ലെങ്കിൽ ഇത് കാർബോ ഹൈഡ്രോ കാർബൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കാർബൺ ലെവൽ കൂടുകയും നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. അതൊക്കെയാണ് ഈ സ്കിൻ ഡിസീസിലേക്കും എല്ലാ രോഗങ്ങളിലേക്കും തന്നെ പോകുന്നത്. അപ്പം ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക, ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക, ടോക്സിൻസ് ഉള്ളത് കെട്ടിക്കിടക്കുന്ന പുറത്തേക്ക് കളയുക, പിന്നെ ഉള്ളിലേക്ക് ഇല്ലാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഫുഡ്, പിന്നെ അത് നമ്മൾ ഏത് ഫുഡാണ് ഓരോരുത്തർക്കും ചേരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് നോക്കി നമുക്ക് പറ്റുന്ന ഫുഡ് ഏതാ, പറ്റാത്തത് ഏതാ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ സോറിയാസിസ് ആണെങ്കിലും എക്സിമ ആണെങ്കിലും ഏതിനാണെങ്കിലും പലപ്പോഴും ഈ സോറിയാസിസ് പേഷ്യൻസൊക്കെ ഭയങ്കര ചൊറിച്ചിലായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, തലയൊക്കെ ഇങ്ങനെ ചൊറിച്ചിലായിരിക്കും, അതുപോലെ മൊത്തത്തിൽ പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് മിക്കവാറും ഒരു 8th ഡേ ആകുമ്പോൾ തന്നെ അവർക്ക് നല്ല ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ചിലരൊക്കെ ഉണ്ടാവും ഈ സിംറ്റമാറ്റിക് റിലീഫാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കംപ്ലീറ്റ് എല്ലാം 8 ദിവസം കൊണ്ടൊന്നും ഒരാഴ്ച ആകുമ്പോഴേക്കും ആവുന്നില്ല. യൂഷ്വലി സ്കിന്നിൻ്റെ ഒരു ടേൺ ഓവർ ടൈം ഉണ്ടല്ലോ. അപ്പം അതിന് ഒരു 1 month കൊണ്ട് ഏകദേശം എക്സ്റ്റേണലി ഒക്കെ ഒരു കംഫർട്ടബിൾ നിലയിലേക്ക് വരും. അത് പിന്നെ ഒരു 2 months വേണം കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള സ്കിന്നെല്ലാം കറക്റ്റായി വരാൻ. അപ്പം മിക്കവാറും പേർക്കും 2 to 3 months കൊണ്ട് നല്ല ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. പിന്നെ എല്ലാം നമ്മളൊരു പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സക്സസ് പേഷ്യൻ്റ് എത്ര കറക്റ്റായിട്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു സ്കൂളിൽ ഒരു കൊച്ചിനെ ചേർത്ത് കഴിഞ്ഞാൽ ടീച്ചർ അത്ര നല്ലതാണെങ്കിലും കൊച്ചു പഠിക്കുക അല്ലെങ്കിൽ കൊച്ചു തന്നെ വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും നമുക്കറിയാം. അതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ പറയുന്നത് ഒഴിവാക്കണം, എക്സസൈസ് ചെയ്യാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം ചെയ്താലാണ് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുക. യൂഷ്വലി മിക്കവാറും പേർക്ക് ആ ഒരു 3 months ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം മാറി സെൽഫ് മാനേജ് ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് വരും. അപ്പോഴേക്കും നമ്മൾ 3 to 6 months ആണ്. ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് 3 months ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ സപ്പോർട്ടെല്ലാം പതുക്കെ കുറച്ച് വിടുന്ന അവരെ സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം യൂഷ്വലി ഒരാൾക്ക് പോലും നമ്മൾ കാണാറില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരാൾക്ക് പോലും നമ്മൾ റിസൾട്ട് ഇല്ലാതെ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സോറിയാസിസ് ഉള്ള പേഷ്യൻസും ആർത്രൈറ്റിസും സോറിയാറ്റിക് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ നമ്മൾ എക്സിമയുടെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ എന്തുണ്ടെങ്കിലും അതും ഇതിൻ്റെ കൂടെ തന്നെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ട് ഡയബറ്റീസ് ഇത് തുടങ്ങിയതാണെങ്കിലും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ പറ്റും. യൂഷ്വലി എത്ര മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും മിക്കവാറും എല്ലാ മരുന്നുകളും വിതിൻ 1 month കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റും. നമ്മൾ കാണാറുണ്ട് 10, 20 ഗുളികകളൊക്കെ, നമ്മൾ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ഗുളിക കഴിക്കുന്ന ആൾക്കാരെ പോലും കാണാറുണ്ട്. അതിൻ്റെ കൂടെ അപ്പോൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും എല്ലാം കാണുക, അതിൻ്റെ കൂടെ സ്കിൻ ഡിസീസും ഉണ്ടാവും. ഈ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റുകയും കൂടി ചെയ്യും. അതായത് നമ്മൾ സ്കിൻ ഡിസീസിൽ നിന്ന് മാത്രമല്ല ഇതിനകത്തു നിന്നുള്ളത്, മറ്റൊക്കെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് എല്ലാം മാറാൻ പറ്റും എന്നുള്ളതാണ്. മീൻസ് ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എല്ലാം മാറാൻ പറ്റുന്നുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും ഈ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്ന പേഷ്യനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് അതാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മോഡേൺ മെഡിസിനിലാണെങ്കിലും ഈവൻ ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇങ്ങനെ എല്ലാം കൂടെ മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കില്ലല്ലോ. അത് കാരണം അതാണ്, നമ്മളതിൻ്റെ റൂട്ട് കോസിൽ ഇത് ചെയ്താൽ മാത്രമേ അതിനകത്തുനിന്ന് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയെല്ലാം ബെനിഫിറ്റാണ്. പക്ഷേ ഇതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പേഷ്യൻ്റ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അതാണ് വൺ സൈഡ്. പിന്നെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. നമ്മൾ ബെഡിൽ കിടന്ന് ചെയ്യുന്ന, നമ്മൾ ബെഡിലോ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ ചെയ്യുന്ന എക്സസൈസ് മതി.
അത് ചെയ്യാൻ വില്ലിങ് ആണ്. അതിനുള്ള ശേഷിയില്ലാത്തവർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് എടുക്കുന്ന ഇതിന് എനിക്ക് ടേസ്റ്റ് പിടിക്കുന്നില്ല, അതിന് വയറിന് അസ്വസ്ഥ, ഇങ്ങനെ പറയുന്ന പേഷ്യൻസിനും ഇത് പറ്റില്ല. അവർ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആർക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.